ആ ഒട്ടകപ്പുറത്തുള്ള നിന്റെ യാത്രാ സാമഗ്രികളൊക്കെ അങ്ങോട്ടെടുത്തോ, ഒട്ടകത്തെ വിട്ടേക്ക്, അത് ശപിക്കപ്പെട്ട ഒട്ടകമാണ്, ഇതിനെയും കൂട്ടി നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല. സ്വഹാബത്ത് പറയുന്നു, ആ ഒട്ടകം ഇങ്ങനെ നടക്കാറുണ്ട്, ആരും അതിനെ തിരിഞ്ഞു നോക്കൂല, പിടിക്കൂല, ശപിക്കപ്പെട്ട ഒട്ടകം നന്നായി തള്ളി വിട്ടു. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം, അതുപോലെ താമസിക്കുന്ന വീട്, ഇതിനെ ഒന്നും ശപിച്ചുകൊണ്ട് സംസാരിക്കരുത്. നമ്മളെ കുട്ടികളെ ശപിക്കരുത്. ഒരു വലിയ കുറ്റകൃത്യം ചെയ്യുന്ന മനുഷ്യനെ പോലും ശപിച്ചു പറയരുത്. മഹാനായ നുഐമാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, പക്ഷേ അദ്ദേഹത്തിനൊരു ദൗർബല്യം, അദ്ദേഹം അല്പം മദ്യപിക്കും. നേരത്തെ ഉള്ളതാണ് ജാഹിലിയ കാലത്ത്, അതിങ്ങോട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ചില ആളുകൾ ഏതോ ദുർബല നിമിഷത്തിൽ മദ്യത്തിന്റെ അടിമയായി പോയിട്ടുണ്ടാവും. നമ്മളോനെ കള്ളുടിയാന്ന് പറഞ്ഞിട്ട് മതത്തുനിന്ന് പുറത്താക്കല്ല, അവരെ സ്നേഹത്തോടെ ഉപദേശിച്ച് നമ്മൾ നന്നാക്കി കൊണ്ടുവരണം. അങ്ങനെ ഈ സ്വഹാബിയായ ചെറുപ്പക്കാരൻ മദ്യപിച്ചപ്പം ഒന്നിലേറെ തവണ അയാൾക്ക് ഹദ്ദടി കിട്ടിയിട്ടുണ്ട്. മദ്യപിച്ച ഇസ്ലാമിക ഭരണത്തിൽ അടി കിട്ടും. ഈ അടി കുറേ സമയമായി കിട്ടുന്നു, പിന്നെയും കുടിക്കും, പിന്നെയും കിട്ടും. അങ്ങനെ ഒരിക്കലും അടിച്ചുകൊണ്ടിരിക്കുമ്പോ കാല ബഅദു സ്വഹാബ, സ്വഹാബത്തിൽപ്പെട്ട ചിലര് പറഞ്ഞു, ലഅനഹുല്ലാഹ് മാ അക്സറ മാ യുതാബി, അല്ലാഹ് ശപിക്കട്ടെ, എത്ര വട്ട ഇയാൾക്ക് അടി കിട്ടണേ, പിന്നെയും കിട്ടേനെ, പിന്നെയും കിട്ടേനെ എന്ന് പറഞ്ഞപ്പോഴതാ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, ലാ തകുൻ ഔനൽ ലിശൈത്വാനി അലാ അഖീക, പറഞ്ഞു പോകരുത്, നിങ്ങൾ പിശാചിനെ ഈ സഹോദരനെതിരെ സഹായിക്കുകയാണ്. അയാൾ നിങ്ങൾ ശപിക്കുന്നതോടെ പിശാചിന് വലിയ ഇഷ്ടമാണ്. പിന്നെ പിശാചിന് അയാൾക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഏത് തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ അതിൻ്റെ പേരിൽ ശപിച്ച് പറയരുത്. നമ്മൾ സൂക്ഷിക്കണം. നാവ് കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇതുപോലെ നമ്മളെ നാവിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തമാശ പറയുന്ന സമയങ്ങളിലാണ്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നീല അംസഹു, തീർച്ചയായും ഞാൻ തമാശ പറയും, എന്നാൽ വലാ അഖൂലു ഇല്ലാ ഹഖ്ഖ, തമാശ പറയുകയാണെങ്കിലും സത്യമല്ലാത്തതൊന്നും ഞാൻ പറയില്ല. തമാശ പറയാം, അതിന് പരിധി വേണം. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കസുറ ലഹ്കുഹു, ആരെങ്കിലും ചിരി വർദ്ധിപ്പിച്ചാൽ, എപ്പോഴും ചിരിച്ചോണ്ട, ഓന്റെ മുഖത്തിൽ തീരെ ഒരു ഗൗരവത്തിന്റെ വിഷയം വരുമ്പോഴും ഗൗരവമല്ല, എല്ലാം ചിരിച്ച് ഓനൊരു തമാശ, അങ്ങനെ ആയാൽ ഖല്ലത്ത് ഹൈബത്തുഹു, അവന്റെ ഗാംഭീര്യം കുറഞ്ഞു പോകും. അല്ലെ, എപ്പോഴും ചിരിയാൽ ഓനെ കുട്ടിക്ക് പോലും വില ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. അതേപോലെ തന്നെ വമം മസഹ, എപ്പോഴും തമാശ ശീലമാക്കിയാലോ ഉസ്തുഖിഫ ബിഹി, അവനെ നിസ്സാരവൽക്കരിക്കപ്പെടും. ചെറിയ മക്കൾ വരെ ഇവന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് പിന്നെ തമാശ പറഞ്ഞ് ഇവന് വില ഉണ്ടാവില്ല, ആളുടെ വില ഉണ്ടാവില്ല. അപ്പൊ തമാശ എന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കാനൊന്നും പറ്റൂല. ഓവറായി പോയാൽ ആളുകളുടെ വില കുറയും. അങ്ങനെ എല്ലാ നാട്ടിലുണ്ട ഒരു 3-4 ആൾക്കാർ തമാശന്റെ വിറ്റിന്റെ മരങ്ങളുണ്ടാവും. കല്യാണ രാത്രികളൊക്കെ ഹയാത്താക്കണമെങ്കിൽ അവരെ സാന്നിധ്യം നിർബന്ധമായിരിക്കും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവർ ചിരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എല്ലാ നാട്ടിലും അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ടാവും. പണ്ടേണ്ട അങ്ങനെ മദീനത്തൊരു പെണ്ണുങ്ങളുണ്ടായിരുന്നു, വലിയ തമാശക്കാരിയാണ്. അതുപോലെ മക്കത്തുണ്ടായിരുന്നു ഒരു തമാശക്കാരി. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഗസാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്, ഈ തമാശക്കാര് അവരെപ്പോഴും തമ്മിൽ അടുക്കുന്ന, ഓരോ സ്വഭാവമുള്ളവരും ഓരോ നാട്ടിലെത്തുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പത്തിലാവും. അത് പ്രകൃതിപരമാണ്. അൽ അർവാഹു ജുനൂദും മുജന്നദ, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് കാണാം സ്വഹീഹുൽ ബുഖാരിയിൽ. ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമുള്ള സൈന്യമാണ്. ഫമാ തആറഫ മിൻഹാ യഖ്തലഫ വമാ തനാക്കറ മിൻഹാ യഖ്തലഫ, അതിൽ പരസ്പരം യോജിപ്പുള്ളവർ കൂടിച്ചേരും, വിയോജിപ്പുള്ളവർ വേർപിരിയും. ചില സ്വഭാവങ്ങളിൽ യോജിപ്പുള്ളവർ വേഗം അടുക്കും. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴും ദർസ് പഠിക്കുമ്പോഴൊക്കെ നമ്മളെ കമ്പനി ആവലാരാ, നമ്മളെ അതേ സ്വഭാവമുള്ള ആളുമായിട്ട് വേഗം നമ്മളിട്ട് അടുത്തു. അങ്ങനെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, മദീനത്ത് എന്ന് നോക്കുമ്പോൾ ഇവക്ക് റൂം കിട്ടിയത് അവിടെ. അന്ന് റൂം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി താമസിക്കല, അന്നത്തെ മാതിരി പിന്നെ ഹോട്ടലുള്ള കാലല്ല.
ഈ തമാശക്കാരിൻ്റെ പോലെയല്ല. ആർക്ക്? മക്കത്തുനിന്ന് മദീനത്തേക്ക് സിയാറത്തിന് പോയ തമാശക്കാരിക്ക് താമസിക്കാൻ ഇടം കിട്ടിയത് അതേപോലെ മദീനത്ത് തമാശ പറയുന്ന പെണ്ണുങ്ങളെ പോലെയല്ലാന്നാണ്. അങ്ങനെ അവർ രണ്ടാളും കൂടെ പോയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചു എന്നുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പം ഏതോ ആവട്ടെ, ഇങ്ങനെ ഓവറായി പോയാൽ അത് അപകടം. പിന്നെ മഹാനായ ഉമർ ഖത്താബ് നിങ്ങൾ പറഞ്ഞു, വമൻ അക്സറ മിൻ ശൈഇൻ ഉരിഫ ബിഹി, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വല്ലാതെ വർദ്ധിപ്പിച്ചാൽ അതുകൊണ്ട് അയാൾ അറിയപ്പെടും. എപ്പോഴും തലയെ വെറ്റിലയായിട്ട് നടന്നാൽ ആ വെറ്റില കാക്കാന്ന് പേരും. അങ്ങനെയാണ്. ഒരു കാര്യം ഓവർ നമ്മൾ ചെയ്യുമ്പോൾ എന്താവും, ആ പ്രവൃത്തി കൊണ്ട് പേരിടും. അത് ആൾക്കാരങ്ങനെ വിളിക്കും. സംസാരത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. ഓവറായി ഒരു വാക്ക് എപ്പോഴും പറഞ്ഞാൽ ആ വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കും, ആ ആളെ പേരിടും. അപ്പോൾ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മുടക്കം ഉണ്ടായിരുന്നു വരും. അങ്ങനത്തെ ആൾക്കാരുടെ ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് ജനങ്ങളെ ഉമർ ഖത്താബ് നിങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മൾ സൂക്ഷിക്കുക. ഒരു കാര്യം നമ്മൾ അമിതമായി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ വേഗത മതിയാക്കാം. ഇതുപോലെ തമാശ പറയാം. അതെന്തിനാണ്? കാര്യം ബോധ്യപ്പെടുത്താനാണ് ചില സമയത്ത്. മറ്റ് ചില സമയത്ത് കൂടുതൽ ശ്രദ്ധ കിട്ടാനാണ്. വേറെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കപ്പെടുന്ന വ്യക്തിയെ സാന്ത്വനപ്പെടുത്താൻ, അയാളെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും വരാൻ, അങ്ങനെ ഹൈറായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ചെറിയ തമാശ പറയാം. നോക്കൂ, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ കുറച്ച് തമാശ കേൾക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിലിരിക്കുമ്പം അവിടുത്തെ സമീപത്തേക്കതാ പ്രായമുള്ളൊരു ഉമ്മാമ കയറി വരികയാണ്. ഉമ്മാമ വന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വർത്താനാണ്, ലാ യദ്ഖുലുൽ ജന്നത അജൂസ്, ഒരൊറ്റ കിളവിയും സ്വർഗത്തിൽ കടക്കുകയില്ല, ഒരൊറ്റ വയസ്സത്തിൻ സ്വർഗത്തിൽ കിടക്കൂല. ഫബക്കത്ത്, ആ വല്യമ്മ അങ്ങ് കരഞ്ഞു. വല്യമ്മ അങ്ങ് കരഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ കരയണ്ട, ഇന്നക്കി ലസ്തി ബിഅജൂസിൻ യൗമഇദിൻ, നിങ്ങൾ സ്വർഗത്ത് കടക്കുന്ന ദിവസം കിളവിയായിരിക്കുകയില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലാഹ് പറഞ്ഞു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന അബ്കാറാ. എല്ലാ സ്ത്രീകളെയും നമ്മൾ രണ്ടാമതൊരു പുനഃസംഘടിപ്പിക്കൽ നടത്തും. ആ പുനഃസൃഷ്ടിപ്പിൽ ഫജഅൽനാഹുന്ന അബ്കാറാ, അവരൊക്കെ കന്യകളാക്കും, യുവതികളാക്കും, ഒക്കെ 33 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരികളെ. ഒറ്റ വയസ്സത്തിയും സ്വർഗത്ത് കടക്കൂല എന്നാ പറഞ്ഞതല്ല, അത് നിങ്ങൾ കടക്കൂല എന്നല്ല. അപ്പൊ എന്തിനാണ്? ഒരു തമാശയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യ പറഞ്ഞത്, കളവതിലില്ല. വേറൊരു ഘട്ടത്തിൽ മഹാനായ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നൽ മർഅത യുഖാലു ലഹാ ഉമ്മു ഐമൻ, ഉമ്മു ഐമൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെണ്ണുങ്ങൾ ജാഅത്ത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി തങ്ങളെക്കൊള്ള വന്നിട്ട് പറഞ്ഞു, നബിയെ ഫഖാലത്ത് ഇന്ന സൗജി യദ്ഊക, എൻ്റെ ഭർത്താവ് നിങ്ങളെ ഒന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് അങ്ങോട്ട് വന്നാൽ തിരക്കേടില്ല. ഭർത്താവ് ഭാര്യനെ പറഞ്ഞയച്ച റസൂലുള്ളാഹിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്. അതെന്നെ നല്ലൊരു സ്വഭാവമല്ല നമുക്ക് പെട്ടെന്ന് തോന്നും. ഇനിയിപ്പോൾ എന്തോ സുഖമില്ലാഞ്ഞിട്ടോ എന്തോന്നൊന്നും അറിയില്ല, ഏതോ ആവട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തമാശയിലൂടെ ഒരു മറുപടി ഉണ്ട്. എന്നെ അങ്ങോട്ട് വിളിക്കാനല്ല നിന്റെ ഭർത്താവ്, എന്നാലേ അഹുവല്ലദീ ബിഐനിഹി ബയാം, നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? ആ കണ്ണിൽ വെള്ളമുള്ള ആളാണെന്ന് വെച്ചു. കണ്ണിൽ വെളുപ്പുള്ള അയാളാണോ? അപ്പൊ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, വല്ലാഹി മാ ബിഐനിഹി ബയാം, അല്ലാഹ് എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ വെളുപ്പൊന്നുമില്ല കേട്ടോ. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ബലാ ഇന്ന ബിഐനിഹി ബയാം, അല്ലല്ല അയാളെ കണ്ണിൽ വെളുപ്പുണ്ട് പറഞ്ഞു. പെണ്ണുങ്ങൾ പിന്നെ പറയേ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് വെളുപ്പില്ല. അല്ലല്ല ഉണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വെളുപിടില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മാമിൻ അഹദിൻ ഇല്ലാ ബിഐനിഹി ബയാം, ഒരൊറ്റ മനുഷ്യനുമില്ല പെണ്ണെ കണ്ണിൽ വെള്ളമില്ലാത്തോല്. നബി ഉദ്ദേശിച്ചത് എന്താ? ഈ കറുപ്പ് മണിന്റെ പുറത്തുള്ള വെള്ളയെ നബി ഉദ്ദേശിച്ചത്, അത് കണ്ണിലുള്ള തന്നെയാണല്ലോ. ഇവരുദ്ദേശിക്കുന്നതോ കറുപ്പുമേ വെള്ള കുത്തില്ല എന്നുള്ളത് വേണം. അപ്പൊ സംഗതി തമാശയാണ്. ഇവര് ഭർത്താവ് അങ്ങോട്ട് എല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞപ്പം ചോദിച്ചതാ, നിന്റെ ഭർത്താവ് ഏതാ വലിയൊരു കേമന്, ആ കണ്ണിൽ വെളുപ്പുള്ള ആളാണോ എന്ന തമാശയിലുള്ള ചോദ്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തമാശയാണ്, പക്ഷേ അതിൽ നുണയില്ല, കളവില്ല. മറ്റൊരിക്കലതാ ജാഅത്ത് ഇംറഅത്തുൻ നുഖ്റാ,
വേറൊരു പെണ്ണ് തിരുനബിയുടെ ചാരത്ത് വന്നു. ഫഖാലത്ത്, അവര് പറഞ്ഞു, ഇഹിമിൽനി അലാ ബഗീർ, വലിയ താടിയുള്ള വലിയൊരു പെണ്ണുങ്ങളാണ്. അത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരൊട്ടകത്തിന്റെ പുറത്ത് ഇന്നിയും കയറ്റി തരുന്നതാണ്. കാരണം അന്നൊക്കെ വണ്ടി, അന്നത്തെ പ്രധാന വാഹനം ഒട്ടക, കാറേ. അപ്പൊ കാറിൽ ഇന്നെയും കയറ്റണം എന്ന് പറഞ്ഞ മാതിരി ഒട്ടകപ്പുറത്ത് എന്നെയും കയറ്റണം എന്ന്. അപ്പൊ ഈ പെണ്ണുങ്ങളാണെങ്കിൽ വലിയൊരു വണ്ണുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഒരു തമാശ പൊട്ടിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാ, ബൽ നഹ്മിലുക അലാ ഇബ്നിൽ ബഗീർ, നിന്നെ ഞങ്ങൾ ഒരു ഒട്ടകക്കുട്ടിയുടെ പുറത്ത് കയറ്റാൻ പോവാണ് എന്നാണ്. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, മാസ്നൗ ബിഹി ഇന്നഹു ലാ യഹ്മിലുനി, ഒരൊട്ടകക്കുട്ടി ഇന്നെ എടുത്താൽ വന്നു നബി, ഞാൻ കണ്ടില്ല, നിങ്ങൾ കല്ലറിൽ പോലെ വലിയൊരു മനുഷ്യനല്ലേ. അപ്പൊ റസൂലുള്ളാഹി തമാശയിൽ പറഞ്ഞു, മാമിൻ ബഗീരിൻ ഇല്ലാ വഹുവ ഇബ്നു ബഗീർ, പെണ്ണെ ഏതൊട്ടക, ഒട്ടകത്തിന്റെ കുട്ടിയല്ലാത്ത ഒട്ടകം. വലിയ ഒട്ടകത്തിന്റെ പുറത്ത് തന്നെ എന്നെ കയറ്റണം, പക്ഷെ വേറൊരു ഒട്ടകത്തിന്റെ കുട്ടിയല്ലേ. വല്യാപ്പ എന്ന് പറഞ്ഞിട്ടായിരുന്നു, വല്യാപ്പക്ക് ഒരു ഉമ്മയും ബാപ്പിയൊക്കെ അല്ലേ, വല്യാപ്പി ഒരു കുട്ടി തന്നെ അല്ലേ. വിശ്വാസങ്ങൾ തമാശ. അപ്പൊ ഈ രീതിയിലുള്ള പലപ്പോഴും സ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറയാറുണ്ട്. അവിടെയൊന്നും കളവോ ഇല്ലാത്തതോ പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പറയരുത്. അത് വമ്പിച്ച അപകടമാണ്. മുത്തനബി പറയുന്നു, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു, അതെ, സംസാരിക്കുകയും തത്സമയം കളവ് പറയുകയും ചെയ്യുന്നവർക്കാണ് വമ്പിച്ച നാശം. എന്തിനു വേണ്ടി കളവ് പറയുന്നു? ലിയുദ്ഹിക ബിഹിൽ ഖൗം, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി. തമാശ ഉണ്ടാക്കുകയാണ്, ഇങ്ങനെ കള്ള തമാശകൾ, വിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുക. അവർക്കാണ് നാശം, അവർക്കാണ് നാശം എന്ന് വീണ്ടും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. തമാശയിൽ നിന്ന് മതം അനുവദിച്ച ഭാഗം നമുക്ക് പറയാം, അനാവശ്യമായ തമാശയിലേക്ക് നമ്മൾ പോകരുത്. ഇനി ഏഴാമതായി സംസാര സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരെ കളിയാക്കിയോ മറ്റ് വ്യക്തികളെയോ കുടുംബങ്ങളെയോ നാട്ടുകാരെയോ നിസ്സാരപ്പെടുത്തിയോ സംസാരിക്കരുത്. ജേതു ഓമാരുകാരനാടാ, ജേതു കൊണ്ടോട്ടിക്കാരനാടാ, ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു നാട്ടും പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും നിസ്സാരപ്പെടുത്തുക. ഓരോ ഏരിയയിൽ ഓരോ നാട്ടുകാരെ പറയാ, അവരിങ്ങോട്ടും വരുമ്പോൾ അങ്ങോട്ടും പറയും. അങ്ങനെ ഒരു നാട്ടുകാരെ അല്ലെങ്കിൽ ഒരു ജനതയെ, ഒരു കുടുംബത്തെ, ഒരു തറവാടിനെ, ഇവരെ ഒന്നും മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കളിയാക്കി കളവാക്കി സംസാരിച്ചു പോകരുത്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറം മിൻഹും, ഒരു കുടുംബക്കാർ വേറെ ഒരു കുടുംബത്തെ നിസ്സാരപ്പെടുത്തി സംസാരിക്കരുത്. ഒരു നാട്ടുകാർ വേറെ ഒരു നാട്ടുകാരെ തരം താഴ്ത്തി സംസാരിക്കരുത്. ഒരു ജനത മറ്റൊരു ജനതയെ നിസ്സാരപ്പെടുത്തരുത്. അസാ അൻ യകൂനൂ ഖൈറം മിൻഹും, ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ നിസ്സാരപ്പെടുത്തുന്നവരായിരിക്കും നിങ്ങളെക്കാൾ ഖൈറുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ വേറൊരു വിഭാഗത്തെ തരം താഴ്ത്തണ്ട. വലാ നിസാഉം മിൻ നിസാ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ നിസ്സാരപ്പെടുത്തണ്ട. അവൾ ധരിച്ച പർദ്ദ നോക്കി, എന്താണ് അവളെ കോലം കണ്ടില്ലേ, അവൾ ധരിച്ച ആഭരണം നോക്കി കളിയാക്കണ്ട. അവൾ സാരി ചുറ്റിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്തണ്ട. അസാ അൻ യകുന്ന ഖൈറം മിൻഹുൻ, അള്ളാന്റെ അടുക്കൽ നിങ്ങളെക്കാൾ ഖൈറുള്ളവർ ഇവരായിരിക്കും, നിങ്ങളെ കണ്ണിൽ കാണുന്നത് പോലെയല്ല. അള്ളാഹു വളരെ ഗൗരവത്തോടെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഉള്ളവരെ നിസ്സാരപ്പെടുത്തരുത്. നിസ്സാരപ്പെടുത്തിയിട്ട് മോശപ്പെട്ട പേര് വിളിക്കരുത്. അള്ളാഹു പറയുന്നു, വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ പേരുകൾ പറഞ്ഞ് ആളുകളെ സംബോധന ചെയ്യരുത്. ഒരുത്തന് ഉമ്മയും ബാപ്പിട്ട പേര് അബ്ദുൾ റസാഖ, നമ്മളിട്ട പേരോ തോരപ്പൻ റസാഖ്. എന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ വിളിക്കുക തോരപ്പാ. ഇങ്ങനെ പേരില്ലാത്തവരാരുണ്ടൊക്കെ നമ്മളെ കൂട്ടത്തിൽ? എല്ലാവർക്കും നമ്മളെ വക ഒരു പേര്. അള്ളാഹ് പറയാണ്, നിങ്ങൾ അങ്ങനെ ഒരു പേരിട്ട് ഒരാളെ വിളിക്കരുത്. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ,
ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട തിന്മയിൽപ്പെട്ടതാണ് ഒരു മനുഷ്യന് നമ്മളെ വകയായി ഒരു മോശപ്പെട്ട പേരിട്ട് വിളിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുശ്ശീലം നമ്മൾ തിരുത്തണം. ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ആളെ അങ്ങനത്തെ പേര് കൊണ്ടല്ലാതെ അറിയപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ എന്തേ പറയാവൂ? കിട്ടുമ്പം തിന്നീന്ന് ആൾക്കാർ വിളിക്കണേ എന്ന് പറയും, അല്ല നമ്മൾ വിളിക്കണം. ജനങ്ങൾ കിട്ടുമ്പം തിന്നീന്ന് വിളിക്കേണ്ട ആളുണ്ടല്ലോ, ആ ശൈലിയിൽ പറയാന്നല്ലാതെ നമ്മൾ ആ കിട്ടുമ്പം അബ്ദുറസാഖുണ്ടല്ലോ എന്നൊന്നും പറയാൻ പോകണ്ട. സൂക്ഷിക്കണം. നമ്മളൊരാളെ പറ്റി അയാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് വിളിച്ച് നിസ്സാരപ്പെടുത്തുന്നത് വലിയ കുറ്റമാണ്. ഇങ്ങനെ ആളുകളെ കളിയാക്കുന്നവർ, കുടുംബക്കാരെ കളിയാക്കുന്നവർ, തറവാടിനെ കുറ്റം പറയുന്നവർ, അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് കേൾക്കുക, ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസ്, ജനങ്ങളെ നിസ്സാരപ്പെടുത്തി കളിയാക്കുന്ന ആളുകളില്ലേ, യുഫ്തഹു ലി അഹദിഹിം ബാബും മിനൽ ജന്നഹ്, അവർ പരലോകത്ത് അവഹേളിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവന് വേണ്ടി അതാ സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങോട്ട് തുറക്കും. ഫയുഖാലു ഹലുമ്മ, വേഗം വാ മോനെ, സ്വർഗത്തിൽ കടന്നോ. ഫയജിഉ ബികർബിഹി വഗമ്മിഹി, വല്ലാത്ത വിഷമവും പ്രയാസവും സഹിച്ചുകൊണ്ട് അവനതാ നരകത്തിൽ കഴിയുന്ന സമയത്ത് സ്വർഗത്തിന്റെ കവാടം കണ്ടു ഓടി വരികയാണ്. വാതിലിന്റെ മുമ്പിലെത്തിയാൽ അവനെ അവഹേളിക്കാൻ വേണ്ടി ഉടനെ ഷട്ടർ താഴ്ത്തുകയാണ്. അങ്ങനെ അവൻ അന്തിച്ചു നിൽക്കുമ്പം സുമ്മയുഫ്തഹുലഹു ബാബുന്നാഹർ, അപ്പുറത്ത് വേറെ ഒരു സ്വർഗ കവാടം തുറന്നുകൊണ്ട് പറയും, വാടാ. സന്തോഷത്തോടെ ഓടിച്ചെല്ലുമ്പോൾ അവന്റെ മുമ്പിൽ അതാ വാതിലടക്കപ്പെടുകയാണ്. അങ്ങനെ നിരന്തരമായി സ്വർഗത്തിലേക്ക് വിളിച്ച് വക്കത്തെത്തുമ്പം വാതിലടച്ച് അവനെ നിന്ദിച്ചു നിസ്സാരപ്പെടുത്തിക്കൊണ്ട് വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് ഇവിടെ ജനങ്ങളെ കളിയാക്കുന്നവന്, ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവന് ആഖിറത്തിലുള്ളതെന്ന് സയ്യിദുൽ വറാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിക്കുക. ആളുകളെ നിസ്സാരപ്പെടുത്തിയിട്ട് കളിയാക്കി സംസാരിക്കുന്ന ശൈലി നമ്മൾ ഒഴിവാക്കണം. ഇതുപോലെ നമ്മുടെ സംസാരത്തിൽ ഏറ്റവും അധികം നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊന്ന് കളവ് വന്നു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇന്നൽ കദിബ ബാബും മിൻ അബ്വാബിൻ നിഫാഖ്, ഒരാളുടെ ഹൃദയത്തിലുള്ള ഈമാൻ അത് ക്ലിയറായിട്ടില്ല, കാപഢ്യം നിറഞ്ഞ മനസ്സാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം സംസാരിച്ചാൽ കളവ് പറയാൻ മടിയില്ല എന്നതാണ്. ഏത് വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴും ഒരു രണ്ട് പൊള്ളു പറയാതെ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ചൊരു മനസാക്ഷി കുത്തുമില്ല. യഥേഷ്ടം നുണ പറയുന്നു. ആ നുണയെ താങ്ങി നിർത്താൻ പിന്നെ പൊള്ളുകൊണ്ടൊരു കുത്തു കൊടുക്കുന്നു. പിന്നെ അതിനെ ലെവലാക്കാൻ വേറെ ഒരു കള്ളം പറയുന്നു. ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായി പൊള്ളും നുണയും കള്ളവും പറഞ്ഞ് നടക്കുമ്പോൾ ഓർക്കുക, ഇത് ഈമാൻ ക്ലിയറല്ലാത്തതിൻ്റെ അടയാളമാണ്. മഹാന്മാരായ സ്വഹാബത്ത് കിറാമൊക്കെ അത് വളരെയധികം ഭയന്നിരുന്നു. അവർ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ ചെന്ന് മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികൾ പറഞ്ഞില്ലേ, നാഫഖ ഹൻളല, നബിയെ ഹൻളല മുനാഫിഖായി പോയി. സ്വഹാബി പേടിച്ച് നബി തങ്ങളുടെ അടുത്തിൽ നിന്ന് പറയുകയാണ്. നബി ചോദിച്ചു, എന്താ നിങ്ങൾ മുനാഫിഖായി എന്ന് പറയാൻ കാരണം? മഹാൻ പറഞ്ഞു, വഅലിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് സ്വർഗത്തെക്കുറിച്ച് വഅല് പറഞ്ഞാൽ വലിയ ആഗ്രഹം തോന്നും, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് താല്പര്യമുണ്ടാകും. നരകത്തിന്റെ ശിക്ഷയെ ഭയപ്പെടുത്തിയിട്ടുള്ള വഅല് കേട്ടാൽ വല്ലാത്ത പേടി തോന്നും. എന്നാൽ അവിടെ നിന്ന് പോന്ന് ജോലിയിലേർപ്പെട്ട് കച്ചവടം ചെയ്താൽ, കൃഷിയിലേർപ്പെട്ടാൽ, കുടുംബത്തിലേക്ക് വന്നാൽ ആ ഒരു മാനസികാവസ്ഥ എപ്പോഴും നിലനിർത്താൻ കഴിയുന്നില്ല. അത് കാപട്യത്തിൻ്റെ അടയാളമാണെന്ന് ഭയന്നിട്ടാണ് ഇത് പറയുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അത് കപടന്റെ അടയാളമല്ല, അത് ഭൂമിയിൽ അള്ളാഹു മനുഷ്യന് ചെയ്തൊരു നിഅമത്താണ്. എല്ലാ സമയത്തും സ്വർഗത്തോടുള്ള ആഗ്രഹം, എല്ലാ സമയത്തും നരകത്തെക്കുറിച്ചുള്ള പേടി, ഇത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ഖൽബിലുള്ളതെങ്കിൽ അവന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കൃഷി ഇറക്കാനോ കച്ചവടം ചെയ്യാനോ തൊഴിലെടുക്കാനോ ആവൂല. അത് അള്ളാഹു തന്ന നിയമത്താണ്. നിങ്ങൾ മുനാഫിഖല്ല.
എന്ന് അവരെ സാന്ത്വനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിഫാഖിന്റെ അടയാളം നുണ പറയാൻ മടിയില്ലാതിരിക്കലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സംസാരിക്കുമ്പം പേടിക്കണം. കളവ് ഇങ്ങനെ പറയാൻ നമുക്കൊരു പ്രയാസം തോന്നുന്നില്ലെങ്കിൽ നമ്മളെ ഖൽബ് മോശമായതിൻ്റെ അടയാളാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഇന്ന തുജാറ ഹുമുൽ ഫുജാർ. ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയായ കച്ചവടക്കാർ നാളെ അമ്പിയാക്കളെ കൂടെയാണ്, സ്വാലിഹീങ്ങളെ കൂടെയാണ്, മുഅ്മിനീങ്ങളെ കൂടെയാണ്. മറ്റൊരു ഹദീസിൽ നബി പറയാണ്, ഇന്ന തുജാറ ഹുമുൽ ഫുജാർ. അതേ, കച്ചവടക്കാർ അവരാണ് ഏറ്റവും വലിയ തെമ്മാടികൾ. ഫഖീല, അപ്പൊ സ്വഹാബത്തിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം, യാ റസൂലല്ലാഹ് അലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഅ. കച്ചവടം അല്ലാഹ് ഹലാലാക്കി ഏർപ്പാടല്ലേ, പിന്നെ ഓലെങ്ങനെ തെമ്മാടികളാകുക? റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ, അല്ലാഹ് ഹലാലാക്കിയതാണ്. പക്ഷേ വലാകിന്നഹും യഹ്ലിഫൂന, അവർ പലപ്പോഴും കള്ളസത്യം ചെയ്യും. ഫയഅ്സിമൂന, അപ്പം കുറ്റവാളികളാകും. ഫയുഹദ്ദിസൂന ഫയക്ദിബൂന, സംസാരിക്കും, കളവ് പറയും. നല്ല മൊബൈലാ ഇത്, ഞാൻ 2000-ന് വാങ്ങി, എനിക്ക് 1750 തരാം. 2000-ന് വാങ്ങി 250 വിട്ടു കൊടുക്കുകയാണ് ഇയാൾ. അപ്പോൾ കേൾക്കുന്ന ആളോ, അപ്പം നല്ലോണം തന്നെ എനിക്ക് 250 കുറച്ച് തരികയാണല്ലോ. കളവ് എത്രക്കാ വാങ്ങിയത്? 1000-ന് വാങ്ങിയതാ, അത് 2000-ന് എന്ന് പറയാ. കച്ചവടം നടന്നു, ലാഭം കിട്ടി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ തരത്തിലുള്ള ലാഭം അത് ബർക്കത്ത് നശിപ്പിക്കുന്ന ലാഭമാണ്. എങ്ങനെയാണ് ബർക്കത്ത് നശിപ്പിക്കുക? ഒരൊറ്റ വയറ്റ് നോക്ക്. എന്നാൽ ഈ വാങ്ങിയ 1000 ഉണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി 2000 റുപ്യ ആശുപത്രി കൊടുക്കാൻ വേണ്ടി പറയും അല്ലാഹു തആല. ഇങ്ങനെ ബർക്കത്ത് ചോറും കിട്ടുന്നത് കൊണ്ട് ചെലവ് കുറയണ്ടേ? അപ്പോഴല്ലേ മിച്ചം വരുള്ളൂ. ഒരുപാട് കിട്ടുക, കിട്ടണേലേറെ ചെലവാകുക, എന്താ കൊണ്ട് കാര്യമില്ല. ഇപ്പം ബർക്കത്തുണ്ടാവണമെങ്കിൽ സത്യസന്ധമായി സംസാരിച്ചു കൊണ്ടാവണം എന്തും. ഇന്ന് നോക്ക്, പറമ്പ് കച്ചവടത്തിൽ ഏറ്റവും അധികം പൊള്ളു പറയാം. അതിപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ വാങ്ങിയതാണ്, അത് ഞങ്ങൾ മുറിച്ച് കൊടുക്കും. വാങ്ങിയത് ഞങ്ങൾ സെന്റിന് 2 ലക്ഷം വെച്ചിട്ടാണ്, 2.5 കിട്ടാതെ കൊടുക്കൂല. ഈ പറച്ചിലക്കാട്ടായിരിക്കും ഓൻ്റെ സ്ഥലമാണ്, സംഭവം സ്ഥലം പോലും ഓൻ്റെ അല്ല, വേറെ ആയിരുന്നു സ്ഥലമായിരിക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് കളവുമ്മൽ കളവ് പറഞ്ഞിട്ട് കച്ചവടം നടത്തും. ആ കച്ചവടക്കാരെ പറ്റിയാണ് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത്, ഹുമുൽ ഫുജാർ. നുണ പറഞ്ഞ് കച്ചവടം നടത്തുന്നവർ പരലോകത്ത് വമ്പിച്ച തെമ്മാടികളായിട്ടാണ് വരിക. അതുകൊണ്ട് സൂക്ഷിക്കണം, കച്ചവടത്തിൽ കളവ് വന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ചെറിയ കുട്ടികളോട് പോലും നമ്മൾ നുണ പറഞ്ഞു പോകരുത്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈത്തിനാ. ഒരിക്കൽ തിരുനബി ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. വ അന സ്വബിയുൻ, ഞാൻ അന്നൊരു കളിക്കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ഫദഅബ്തു ലി അൽഅബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഞാൻ കളിക്കാൻ വേണ്ടി ഓടി. ഫഖാലത്ത് ഉമ്മി യാ അബ്ദുല്ലാഹ് തആൽ, എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു, അബ്ദുള്ള അങ്ങോട്ട് വേണമെന്ന്. ഹത്താ ഒഴുത്തിക്ക, ഞാൻ എനിക്കൊരു സാധനം തരാം, വേഗം വാങ്ങ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നേലേ, അപ്പം നബിനോടൊരു ആശീർവാദവും ഒരു ദുആയൊക്കെ കുട്ടിക്ക് കിട്ടട്ടെ, ഒരു മന്ത്രിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഉമ്മ മകനോട് എനിക്കൊരു സാധനം തരാം, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പം ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, മാദാ അറത്തി തുഅതി, എന്താ നീ ഓന് കൊടുക്കാൻ വിചാരിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു സാധനം തരാന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, എന്തോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. കാലത്ത് ഉമ്മ പറഞ്ഞു, തമ്പ്രൻ, ഞാൻ ഓന് കാരക്ക് കൊടുക്കാന്നാ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് തിരക്കടില്ല, നീ അറിയണം, അമാ ഇന്നക്കി ലൗലം തഫ്അലി, നിന്റെ മകനെ വിളിച്ചതാ, നിനക്കൊരു സാധനം തരവാ മോനെ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടില്ല എങ്കിൽ ലകുതിബത്ത് അലൈക്കി കിദ്ബാ, നിന്റെ മേലൊരു കളവ് രേഖപ്പെടുത്തപ്പെടും. ഉമ്മമാരൊക്കെയല്ലേ കുട്ടികളോട് പറയലുണ്ട് അല്ലേ, നീ കരയാതിരുന്നാൽ എനിക്ക് ഞാൻ ആന വാങ്ങിത്തരും, കോഴി വാങ്ങിത്തരും എന്നൊക്കെ പറയും. പറഞ്ഞാൽ എന്തേലും ഒന്ന് വാങ്ങിക്കൊടുക്കണം. കുട്ടികളോട് വീട്ടിൽ നിന്ന് വാപ്പ വരുമ്പോൾ ഞാൻ മിഠായി ഉണ്ടായിരുന്നുണ്ട്, ഓനും പോരെയാണ് നമ്മളെ ബാക്കിലേ, അപ്പം നയ്യാട് നിൽക്കുക, എനിക്ക് മിഠായി ഉണ്ടാരാന്ന് തന്നെ പോന്ന, നാ തിരിച്ചു ചെല്ലുമ്പോൾ എന്താണ് മിഠായി കൊടുക്കണം. അല്ലാതെ നുണയായി പോത്. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് കളവാകരുത്, സത്യമായി തീരണമെങ്കിൽ കുട്ടികളോട് പോലും നമ്മൾ പറയുമ്പം ശ്രദ്ധിക്കണമെന്നാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കള്ളം പറയുന്നവർ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം.
ഇത് ചെയ്യുന്നവന് അള്ളാഹു കൊടുക്കുന്ന മാരകമായ ശിക്ഷ എന്താണ് നാളെ ഖബറിൽ? റഅയ്തുക അന്ന റജുലൻ ജാഅനീ, നബി തങ്ങൾ പറയുന്നു, ഞാനതാ ഉറങ്ങുന്ന സമയത്ത് എന്നെ ഒരാൾ വന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നു. പല രംഗങ്ങളും കാണുന്നു. കൂട്ടത്തിലതാ ഫഇദാ അന ബിറജുലൈനി അഹദുഹുമാ ഖായിമുൻ വൽ ആഖറു ജാലിസുൻ ബിയദിൽ ഖായിമി കല്ലൂബും മിൻ ഹദീദ്. രണ്ട് മനുഷ്യർ, ഒരാൾ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്, ഒരു ഭീകരനായ മനുഷ്യൻ അയാളടുത്ത് നിൽക്കുകയാണ്. അയാളെ കയ്യിലാകട്ടെ ഇരുമ്പിൻ്റെ നല്ല ഒരു കൊളുത്തുണ്ട്. അങ്ങനെ കിടക്കുന്ന മനുഷ്യൻ്റെ വായയുടെ ഒരു സൈഡിലതാ ഈ കൊളത്തിട്ടിട്ടതാ ശക്തമായി അങ്ങ് വലിക്കുകയാണ്. പെരടി വരെ കരകര എന്ന ശബ്ദത്തോടെ അയാളെ വായ കീറി പെരടി വരെ അങ്ങ് പിളർന്നു പോകുമ്പം വേദന കൊണ്ട് പൊളഞ്ഞ് അയാൾ തിരിഞ്ഞു കിടക്കും. ഉടനെ ഈ ഭീകരനതാ ഇതേ കൊളുത്തുകൊണ്ട് മറ്റേ ഭാഗവും ഇങ്ങനെ പിളർത്തി വലിക്കും. അപ്പയാൾ മറുഭാഗം തിരിഞ്ഞു കിടക്കും. ആദ്യം പിളർന്ന ഭാഗം ഇപ്പം നേരെയായിട്ടുണ്ടാകും, അവിടെ പിന്നെയും വലിച്ചു കീറും. ഇങ്ങനെ നിരന്തരമായി ആ മനുഷ്യനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രംഗം കണ്ട് പേടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ? ഉടനെ എനിക്ക് മറുപടി കിട്ടുകയാണ്, റജുലുൻ കദ്ദാബ്. നബിയെ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട കളവ് പറയുന്ന മനുഷ്യനാണിത്. യുഅദ്ദബു ഫീ ഖബ്രിഹി ഇലാ യൗമിൽ ഖിയാമ. അന്ത്യദിനം പിറക്കുന്നതുവരെ ഖബറിൽ അവനുള്ള ശിക്ഷ ഇതാണ്. നിരന്തരമായി അവൻ്റെ കവിള് വലിച്ചു കീറുകയാണ്. അതുകൊണ്ട് കളവ് പറയുന്ന നേരത്ത് നമ്മൾ ഓർക്കണം, അത് വല്ലാത്ത മാരകമായ തിന്മയാണ്. ഇങ്ങനെ അള്ളാഹു തന്ന നാവ് കൊണ്ട് നമ്മൾ അള്ളാഹ് നിഷിദ്ധമാക്കിയ കളവ് പറയുന്നവരാകരുത്. അതേപോലെ തന്നെ ഇനി നാവ് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏറ്റവും വലിയ തിന്മകളിൽ ഒന്നാണ് അള്ളാഹു പരാമർശിച്ച മറ്റുള്ളവരെ ദൂഷണം പറയുക, മറ്റുള്ളവരെ നമ്മൾ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. മഹാനായ സയ്യിദുനാ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യഅലം, നീ അറിയണം, അന്ന ഹദ്ദൽ ഗീബ അൻ തദ്കുറ അഖാക ബിമാ യക്റഹുഹു ലൗ ബലഅഹു. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നീ നിന്റെ സഹോദരനെ സംബന്ധിച്ച് ഒരു വർത്താനം പറയാൻ, അതെങ്ങാനും അവൻ കേൾക്കുകയാണെങ്കിൽ അവനതിഷ്ടമുണ്ടാവൂല. അങ്ങനെയുള്ള സംസാരമാണെങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. സവാഉൻ ദക്കർതഹു ബിനഖ്സിൻ ഫീ ബദനിഹി വനസബിഹി. നീ ആ പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ, അത് അയാളുടെ ശരീരത്തിലുള്ളൊരു ന്യൂനതയാവട്ടെ. ഉദാഹരണത്തിന് ഒരാളെ പറ്റി പറയാണ്, ആ മുടന്തൻ, അയാൾക്കൊരു മുടന്തുണ്ട്, അത് പറയാണ്. അത് അയാൾ കേട്ട അയാൾക്ക് വിഷമുണ്ടാവുമോ? അത് ഗീബത്താണ്. വനസബിഹി, അയാളെ തറവാടിലുള്ള ഒരു നഖ്സ്, ന്യൂനതയാണ് നീ പറയുന്നത്, അതും ഗീബത്താണ്. ഔ ഫീ ഖുലുഖിഹി, അല്ലെങ്കിൽ അയാളെ സ്വഭാവത്തിലുള്ള ന്യൂനത പറഞ്ഞുകൊണ്ടാണ്. നമ്മളൊരാളെ പരിചയപ്പെടുത്താണ് വേറൊരാളുടെ, എങ്ങനെയാ പറയുന്നത്? എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാക്കല്ലേ, ഇത് ഈബത്താ. സംഗതി അയാൾ അങ്ങനെയാണ്, പക്ഷെ നമുക്കങ്ങനെ പറയാൻ പാടില്ല. ഔ ഫീ ഫിഅലിഹി, അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിൽ, അയാളെ ജോലിയിൽ, അയാളെ ആ ജോലി എടുക്കുന്ന ആളാണ് എന്ന് പരസ്യമായി പറയുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല, അതും ഗീബത്താണ്. ഔ ഫീ ഖൗലിഹി, അല്ലെങ്കിൽ അയാളെ വാക്കിൽ, ചില ആൾക്കാരെ വാക്കിൽ എന്തെങ്കിലും പാളിച്ചുണ്ടാവും, ആ പാളിച്ച പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അയാളെ പരിചയപ്പെടുത്തും. ഔ ഫീ ദീനിഹി, എത്രത്തോളം അയാളെ മതത്തിൻ്റെ വിഷയത്തിൽ, ആ നിസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അങ്ങനെ പറയും, അതും ഗീബത്താ. അത് അയാൾക്ക് കേട്ടാൽ വലിയ ഇഷ്ടമുണ്ടാവുമോ? ഇല്ല. അപ്പോൾ നിസ്കരിക്കാത്ത മനുഷ്യൻ നമ്മൾ പറഞ്ഞുകൊണ്ട് അയാൾ നിസ്കരിക്കൂലല്ലോ. നമ്മളവിടെ ചെയ്യേണ്ട അയാളെ നിസ്കരിക്കാൻ വേണ്ടി നേർക്ക് നേരെ ഉപദേശിക്കാൻ വേണം, അല്ലാതെ അയാളെ മറ്റുള്ളവർ മുമ്പിൽ നിസ്കരിക്കാത്ത കാക്ക എന്ന് പറഞ്ഞിട്ട് നിസ്സാരപ്പെടുത്തലല്ല, അത് ഗീബത്താണ്. ഔ ഫീ ദുന്യാഹു, ഇനി അയാളെ ദുന്യവിയായ കാര്യത്തിലായാലും ശരി, ഹത്താ ഫീ സൗബിഹി വദാരിഹി വദാബത്തിഹി, അയാളെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ, വീടിൻ്റെ കാര്യത്തിലോ, അയാളെ വാഹനത്തിൻ്റെ കാര്യത്തിലോ. ആ പാട്ട വണ്ടിയായിട്ട് വരുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ, അത് ഗീബത്താ.
ആ ചേറ്റപ്പുരയെ താമസിക്കണേ, അയാൾക്കത് വലിയ കൊട്ടാര, നമ്മൾ അയാളെ ചേറ്റപ്പുര എന്നാണ് വിളിക്കുന്നത്. അതുപോലെ പിന്നെ എന്താ ഒരു പാൻറ്റൊക്കെ ഉണ്ടല്ലോ, അയാൾ ധരിക്കണ പാൻറ് ഒരു സൈസാണ്, ആ പാൻറ്റിനെ അല്ലെങ്കിൽ ആ പർദ്ദയെ ഇതിനൊക്കെ കുറ്റപ്പെടുത്തുക. അങ്ങനെ ഏത് വിഷയമാണെങ്കിലും അയാൾ കേട്ടാൽ അത് അയാൾക്ക് ഇഷ്ടമുണ്ടാവൂല. അങ്ങനത്തെ വിഷയം ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നതെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഏതൊരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ നിഷിദ്ധമാണ്. ഏതെല്ലാം കാര്യങ്ങൾ? ദമുഹു, അവൻ്റെ രക്തം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ ചോര ഒലിപ്പിക്കാൻ പാടില്ല. വമാലുഹു, അവൻ്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ പാടില്ല. വഗിർലുഹു, അവൻ്റെ മാനം തകർക്കാൻ പാടില്ല. അത് വലിയ ബാധ്യതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് ഒരാളെ മാനം തകർക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് അത് ഗീബത്താണ്. ആ ഗീബത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപമിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കൂ നിങ്ങൾ. വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. ഇഷ്ടമില്ലാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കരുത്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ, നിങ്ങളെ സഹോദരൻ്റെ ശവശരീരത്തിൽ നിന്ന് ഒരൽപ്പം തിന്നുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്കത് വെറുപ്പുണ്ടാകുമല്ലേ? അതുപോലെയാണ് നിങ്ങൾ നിങ്ങളെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാതെ പറയുന്നത്. അതിന് തുല്യമാണ്, അയാളുടെ ശവത്തിൽ നിന്ന് തിന്നുന്നതിന് സമാനമാണ്. അള്ളാഹു അത്ര ഗൗരവത്തോടെ പറഞ്ഞ വേറൊരു വിഷയം നമുക്ക് കാണാൻ കഴിയില്ല. അതിനാൽ മുത്തുനബി പറഞ്ഞു, ഇയ്യാക്കും വൽ ഗീബാ, നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത വർത്തമാനം പറയുന്നത് സൂക്ഷിക്കണം. ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ, ഒരു നിലക്ക് ചിന്തിച്ചാൽ വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് ഗീബത്ത് പറയുക എന്നത്. കാരണം ഫഇന്നർ റജുല ഖദ് യസ്നി വയതൂബു വയതൂബുല്ലാഹു അലൈഹി, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, അവൻ അല്ലാഹുവോട് പാശ്ചാത്തപിച്ചാൽ ഒരു പക്ഷേ അല്ലാഹു അത് സ്വീകരിച്ചേക്കും. അതേ സമയത്ത് വഇന്ന സ്വാഹിബൽ ഗീബ, മറ്റൊരു മനുഷ്യന് ഇഷ്ടമില്ലാത്തത് അവനെക്കുറിച്ച് പറഞ്ഞു പരത്തിയാൽ ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറ ലഹു സ്വാഹിബുഹു, ആരൊക്കെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ അവര് മാപ്പാക്കാത്ത കാലത്തോളം അല്ലാഹു അവന് മാപ്പ് കൊടുക്കൂല. ആ നിലക്ക് ചിന്തിച്ചാൽ ഗീബത്ത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ മാനം തകർക്കുന്ന, അവരെ നിസ്സാരപ്പെടുത്തുന്ന ഏഷണി, പരദൂഷണം, ഗീബത്ത്, നമീമത്ത്, ഇതൊക്കെ വലിയ തിന്മയാണ്. ആ തിന്മയിൽ ഏർപ്പെടുന്ന മനുഷ്യർക്കാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസാ, വമ്പിച്ച നാശമുണ്ട് എന്ന് അല്ലാഹു പറയുന്നത്. അതാ മുത്തുനബി ഒരിക്കൽ പറയുന്നു, മറർത്തു ലൈലത്തൻ നുസ്രിയ ബി അലാ അഖ്വാമിൻ യഖ്മിശൂന വുജൂഹഹും ബി അളാഫിരിഹിം, എന്നെ രാപ്രയാണം ചെയ്യിക്കപ്പെട്ട രാത്രിയിൽ, മിഅ്റാജിന് പോയ രാത്രിയിലതാ ഞാനൊരു ജനതയുടെ സമീപത്തൂടെ നടന്നുപോയി. എന്താണ് അവരെ സ്വഭാവമെന്നല്ലേ? ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് അവരെ ശരീരവും മുഖവും ഒക്കെ അവർ സ്വയം മാന്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു യാ ജിബ്രീൽ മൻ ഹാഉലാ, ഞാൻ ചോദിച്ചു, ഓ ജിബ്രീലേ, ആരാണ് സ്വന്തം മുഖം മാന്തി പിളർത്തുന്ന ഈ ഭീകരകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ? ഖാല ജിബ്രീലു അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഹാഉലാഇല്ലദീന യഗ്താബുനന്നാസ്, ഇത് ജനങ്ങളെ ഗീബത്ത് പറയുന്നവരാണ് നബിയേ. വയഖഉദൂന ഫീ അറാദിഹിം, ജനങ്ങളെ മാനം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നബിയേ. അവര് അവിടെ മുഖം കെട്ടവരായി സ്വയം മുഖം വികൃതമാക്കി അത് വലിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഗീബത്ത് എന്നത് നമ്മൾ വിചാരിച്ചതുപോലെ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്, ഉള്ളതൊക്കെ പറയാൻ പറ്റൂല.
നോക്കൂ നിങ്ങൾ, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ യഗ്താബൻ അഹദുക്കും അഹദാ, ഒരാളും ഒരാളെയും ഗീബത്ത് പറയാൻ പുറപ്പെടണ്ട കേട്ടോ. ഫഇന്നി ഖുൽതു ലിംറഅത്തിൻ മറ വഅന ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ ഒരു സഹോദരിയെ സംബന്ധിച്ച് പറഞ്ഞു നബി തങ്ങളെ അടുത്ത് നിന്ന്. എന്താ പറഞ്ഞത്? ഇന്ന ഹാദിഹി ലത്വബീലത്തുദ്ദൈൽ, നബിന്റെ അടുക്കലേക്ക് പല ആളുകളും വരും, ആണും പെണ്ണൊക്കെ വരും, ഫത്വ ചോദിക്കാനും മറ്റു പലതിനും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആയിഷ ബീവി ഒരു പെണ്ണുങ്ങൾ വന്നപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു, നബിയെ വലിയ കോന്തലുള്ള ഒരു പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്, വലിയ തുണി എടുത്തിട്ടുണ്ടല്ലോ, കോന്തലം ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി, പഴയ ഉമ്മമാരൊക്കെ ഉള്ള മാതിരി അങ്ങനെ വലിയ കോന്തലുള്ള ഒരു പെണ്ണുങ്ങളുണ്ട് എന്നാണ്. ഇത് പറയേണ്ട താമസം അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, അൽഫലീ, തുപ്പിക്കളാ എന്നോട് പറഞ്ഞു. അങ്ങനെ ഫലഫൽതു, ഞാനങ്ങ് തുപ്പി. മുളഅത്തലഹ്മിൻ, സുബ്ഹാനല്ലാഹ്, തുപ്പിയപ്പോഴെന്താണ് നിലത്തേക്ക് തെറിച്ചു വീണത്? ഒരു മാംസത്തിന്റെ കട്ടയാണ്. മുഅ്ജിസത്താണ്, മുത്തുനബിയുടെ മുഅ്ജിസത്തും കൂടിയാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ പെണ്ണിനെ സംബന്ധിച്ച് കോന്തല വലുപ്പുള്ള പെണ്ണ് എന്ന് പറഞ്ഞത് ആ പെണ്ണിന്റെ മാംസം തിന്നുന്നതിന് സമാനമാണ് എന്ന് ഖുർആൻ പറഞ്ഞതിനെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഒരാളെ ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ പെട്ട് അയാളുടെ ഡ്രസ്സിനെ പറ്റി, മുഖത്തെ പറ്റി, നടത്തത്തെ പറ്റി, കുടുംബത്തെ പറ്റി, വാഹനത്തെ പറ്റി അയാൾ കേട്ടാൽ അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് നമുക്ക് തോന്നുന്നോ എങ്കിൽ അങ്ങനത്തെ ഒരൊറ്റ സംസാരം പറയാതിരിക്കുക. പറഞ്ഞാൽ പിന്നെ എന്താക്കണം? അത് പൊരുത്തപ്പെടിക്കണം അയാളോട്. അള്ളാഹ് പൊരുത്തപ്പെട്ടു തരൂല അല്ലെങ്കിൽ. അതിന് എങ്ങനെയാണ്? നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ പൊരുത്തപ്പെടിക്കണ കാര്യമല്ല. ഞാൻ ചെയ്തും പറഞ്ഞൊക്കെ പൊരുത്തപ്പെട്ടാണ്ടിട്ടടാ, ഞാൻ ഒന്ന് ഹജ്ജ് ചെയ്ത് കേട്ടോ, ഞാൻ പോട്ടെ, നമ്മൾ പൊരുത്തപ്പെടിക്കല. നമ്മൾ പറഞ്ഞും ചെയ്തൊക്കെ പാടൊന്ന് വിശദീകരിച്ച് നോക്കിയാൽ അയാൾ പൊരുത്തപ്പെടുമല്ലോ എന്ന് ആലോചിക്കണം. നമ്മൾ എന്താ പറഞ്ഞെന്ന് പറയുന്നുണ്ടോ, എന്താ ചെയ്തെന്ന് പറയുന്നുണ്ടോ, അതൊന്നും പറയുന്നില്ല. മൊത്തം ടോട്ടലായിട്ട് ഒറ്റ പറച്ചില്. അവിടെ ശരിക്കും പൊരുത്തപ്പെടിക്കലല്ല. നമ്മൾ എന്തു പറഞ്ഞു, എന്ത് ചെയ്തു, ഓർമ്മയിലുള്ളതൊക്കെ നമ്മൾ എടുത്തു പറയണം. പറഞ്ഞിട്ട് അയാളോട് കേണപേക്ഷിക്കണം, മാപ്പ് ചോദിക്കണം. അങ്ങനെ പൊരുത്തപ്പെടിക്കാത്ത കാലത്തോളം നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതുപോലെ നിങ്ങൾ നോക്കൂ, മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യന്റെയും മാനം കെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചു പോകരുത്. അയാളുടെ അഭിമാനത്തെ തകർക്കുന്ന ഒരക്ഷരം നമ്മളെ വാക്കിലൂടെ വന്നു പോകരുത്, അപകടമാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അസ്മഅൽ അവാതിഖ ഫീ ബുയൂതിഹിന്ന. മുത്തുനബി മദീനത്തെ പള്ളിയിൽ നിന്ന് വളരെ ഗർജനത്തിന്റെ സ്വരത്തിൽ പ്രസംഗിച്ചു. വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്ന കന്യകകൾ പോലും കേൾക്കുന്ന ശബ്ദത്തിലാണ് അവിടെ നിന്ന് വഅദ് പറഞ്ഞത്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനി വലം യുഅ്മിൻ ബിഖൽബിഹി. നാവ് കൊണ്ട് വിശ്വസിക്കുകയും വിശ്വാസം ഹൃദയത്തിലേക്ക് കടക്കുകയും ചെയ്യാത്ത മനുഷ്യന്മാരെ. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യുന്നവർ അങ്ങനെയുള്ളവരായിരിക്കുമെന്നതാണ് അങ്ങനെ അഭിസംബോധന ചെയ്യാൻ കാരണം. നാവ് കൊണ്ട് വിശ്വസിച്ചു, ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. എന്താ പറയുന്നത്? ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയരുത് കേട്ടോ. വലാ തത്തബിഉ ഔറാത്തിഹിം, നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതകൾ തേടി പിന്തുടരരുത്. ഇപ്പം പത്രത്തിൽ നമ്മൾ കാണുന്നെന്താ, പല ഏജൻസികളും പോയിട്ട് ഇങ്ങനെ ചുവന്നെടുക്കുക ഒരാളെ ജീവിതത്തിൽ കഴിഞ്ഞ എല്ലാ കുറ്റകൃത്യങ്ങളും. പീഡന കഥകളൊക്കെ ഇപ്പം വരുന്ന അധികം ഏതാ? അത് 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പൊക്കെ കഴിഞ്ഞ പീഡനങ്ങൾ ചുരന്നെടുത്തിട്ട് എന്നെ അന്ന് പീഡിപ്പിച്ചു ഇങ്ങനെ ആക്കി അതിന് ഏജൻസിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഓല് വന്നിട്ട് ഇതൊന്നും അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അയാളെ വഷളാക്കണം. മനുഷ്യനാണ്, പ്രകൃതിപരമായി തെറ്റുകൾ വരും. അത് ആവർത്തിക്കപ്പെടാൻ അർഹമായ ശിക്ഷ കൊടുക്കണം. അത് തുരന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ന്യൂനത തേടി അത് കണ്ടുപിടിക്കാൻ വേണ്ടി രഹസ്യാന്വേഷണം നടത്തുക, സ്വകാര്യ ജീവിതത്തിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കുക, അത് നിങ്ങൾ ഒരിക്കലും നടത്തരുത്.
അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, തൻ്റെ സഹോദരന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരാൻ നിങ്ങളാരെങ്കിലും രഹസ്യാന്വേഷണം നടത്തിയാൽ തതബ്ബഅല്ലാഹു ഔറത്തഹു, അവന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരാൻ അള്ളാഹുവും അങ്ങനെ ഗവേഷണം നടത്തും. വമൻ തതബ്ബഅല്ലാഹു ഔറത്തഹു, ആരുടെയെങ്കിലും ന്യൂനതയെ അള്ളാഹു തേടി പുറപ്പെട്ടാൽ പറയണ്ടല്ലോ, യുഫ്ലിഹു ഫീ ജൗഫി ബൈത്തിഹി, സ്വന്തം പൊരന്റെ ഉള്ളിൽ വെച്ച് അള്ളാഹുവിനെ വഷളാക്കും. ഓൻ തോന്നിയാസം ചെയ്യാനേ ആരാന്റെ പൊരയെ ചെറ്റൊന്താൻ പോയി എന്നുള്ള കേസൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് വരും വാർത്ത. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന അധിക വാർത്തകൾ അങ്ങനെയുള്ളതാ. സ്വന്തം മകളിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെയാണ് ഇങ്ങനത്തെ വഷളത്തരത്തിന്റെ വാർത്ത വരുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ മറ്റുള്ളവന്റെ ന്യൂനത പുറത്തിയാടിക്കാൻ മുന്നിൽ നിന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു മനുഷ്യന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ ന്യൂനത ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാളടുത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് കേട്ടാൽ അത് നമ്മൾ പരസ്യപ്പെടുത്താൻ പോകണ്ട, അത് അള്ളി അയാളുമായിട്ടായിക്കോട്ടെ, അത് ആവർത്തിക്കപ്പെടാനുള്ള സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ ഒരാളുടെ തെറ്റിനെ തെറ്റിന്റെ പേരിലാണെങ്കിൽ പോലും അയാളെ വഷളാക്കുന്ന ഒരു രീതി നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ അറിയുക, ഞാൻ നീട്ടുന്നില്ല, നമ്മളെ സംസാരങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഗീബത്ത് പറയുമ്പോൾ അഥവാ മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇസ്ലാം മതം 6ഓളം സന്ദർഭങ്ങളിൽ ഇളവ് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏതാണ്? 1, ഒരാൾ അക്രമിയായി മാറിയാൽ അയാൾക്കെതിരെ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചു. ആ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് പറയണം, ഇതാ ഇന്ന മനുഷ്യൻ എന്നെ വല്ലാതെ അടിച്ചു പരിക്കേൽപ്പിച്ചു. അത് അയാൾക്ക് ഇഷ്ടമുണ്ടാവുമോ? ഇല്ലല്ലോ. കേസ് കൊടുക്കണം. അപ്പൊ അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് അക്രമിയെ സംബന്ധിച്ച് നിയമപാലകരെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കാം. അത് ഇഷ്ടമില്ലാത്തത് പറയുക എന്നതിൽ പെടൂല. മുത്തുനബി പറഞ്ഞു, അതെ, അവകാശം ഉള്ളവന് ചിലതൊക്കെ പറയാനും അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൻ പറഞ്ഞാൽ അത് തെറ്റാവില്ല. രണ്ടാമത്തത് എന്താണ്? മുങ്കർ, ഒരു നീചമായ നികൃഷ്ടമായ കാര്യത്തെ മാറ്റിയെടുക്കാൻ ഉള്ള സഹായം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അങ്ങനെ പറയേണ്ടി. ഉദാഹരണത്തിന്, ഒരാള് വല്ലാതെ കുറ്റകൃത്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓനെ സംബന്ധിച്ച് വാപ്പനോട് പറയാം, നിങ്ങളെ മകൻ ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാ. ഇതിപ്പോൾ മകൻ ഏതായാലും ഇഷ്ടമുണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മൾ എന്തിനാ ഇത് പറയുന്നത്? ഓനെ നിസ്സാരപ്പെടുത്താനല്ല, ഓനെ നന്നാക്കാൻ വേണ്ടിയാണ് ഓൻ ചെയ്യുന്ന ഒരു തെറ്റ് അവൻ്റെ വാപ്പയോട് നമ്മൾ പറയുന്നത്. അത് നിഷിദ്ധമായ ഗീബത്ത് ആവുകയില്ല. ഇതുപോലെ ഫത്വ ചോദിക്കുക, ഒരാളെ സംബന്ധിച്ച് ഫത്വ ചോദിക്കേണ്ടി വരും. ചിലപ്പം ആ സമയത്ത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത നമുക്ക് ചോദിക്കുന്നതിന് തെറ്റില്ല. ഉദാഹരണത്തിന്, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു അൻഹ, മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹ. പഴയ കാലത്തൊക്കെ നമുക്ക് ഓരോ പേരേക്കും അങ്ങനെ ഒരു വിഷമായിരുന്നു. പിന്നെ അവരൊക്കെ മുസ്ലിമായി നന്നായിട്ടുണ്ട്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹ ധൈര്യത്തിൽ ചെല്ല. മഹദി നബിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹ്, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ ആളൊരു പിശുക്കനാണ്. ലാ യുഅ്തിനി മാ യക്ഫിനി അന വവലദി, എനിക്കും മക്കൾക്കും ആവശ്യമുള്ള സമ്പത്ത് തരൂല. അതിങ്ങനെ ഇറുക്കിപ്പിടിച്ച് പിശുക്കണ മനുഷ്യനാണ്. അതുകൊണ്ട് അഫ ആഖുദു മിൻ മാലിഹി, അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് എനിക്കും കുട്ടികൾക്കും ആവശ്യമുള്ള അത്ര എടുക്കുന്നതിന് വിരോധമുണ്ടോ? മൂപ്പര് തരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫത്വ ചോദിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദി മാ യക്ഫീക് വവലദകി ബിൽ മഅറൂഫ്. മതം അംഗീകരിക്കുന്ന തരത്തിൽ അയാളെ സമ്പത്തിൽ നിന്ന് നിനക്കും കുട്ടികൾക്കും വേണ്ടി നീ എടുത്തോ, വിരോധമല്ല. നബിതങ്ങൾ ഫത്വ കൊടുത്തു. അപ്പൊ നബിതങ്ങൾ ഈ ഹിന്ദിന് എന്ത് ചെയ്തില്ല? തെറ്റാണെന്ന് പറഞ്ഞില്ല. അബൂ സുഫിയാൻ ഇഷ്ടമുണ്ടാവോ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിശുക്കനാണ് ഇവിടെ ഒന്ന് പറയുന്നത്. പക്ഷെ ഫത്വ ചോദിക്കുന്നിടത്ത് അത് പറയാതിരുന്നാൽ ഫത്വ കിട്ടൂല. അങ്ങനത്തെ ഘട്ടത്തിൽ പറയാം. അത് ശറഅ് അനുവദിച്ച വേറെ ഒന്ന്. മറ്റൊരു ഘട്ടം ഏതാ?
ഒരു മനുഷ്യനെ താക്കീത് ചെയ്യാൻ വേണ്ടി, തെറ്റിലേക്ക് അകപ്പെട്ടു പോകും അതിനെക്കുറിച്ച് താക്കീത് ചെയ്യാൻ. ഒരു ചെറുപ്പക്കാരൻ അവൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാ? ഒരു മുബത്തദിയുമായിട്ടാ. ഓന്റെ കൂടെ എപ്പോഴും നടക്കുക. എന്നാൽ എന്തു വേണ്ടി വരും? ആ ചെറുപ്പക്കാരനെ വിളിച്ചു, മോനെ നീ ഇപ്പൊ ഈ കമ്പനി കൂടി ചങ്ങാതി ഉണ്ടല്ലോ, ഇവന് ആളേതാണെന്നറിയുന്ന നിനക്ക്? അവൻ ഇന്ന പുത്തനാശയക്കാരൻ, ഇവൻ നിന്നെ കൊണ്ടുപോയി വിദഗ്ധത്തിലകപ്പെടുത്തും എന്ന് പറഞ്ഞ് അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അത് ഈ ചെറുപ്പക്കാരന്റെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവനെ കുറിച്ച് പറയേണ്ടി വരും. ഇതുപോലെ മോശപ്പെട്ട ദുസ്വഭാവമുള്ള ഒരുത്തനെ ചങ്ങാതിയായി കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട്. അവനോട് ചിലപ്പോൾ എന്ത് പറയേണ്ടതാ, ഇവന്റെ കൂടെ നീ കൂടരുതേ, അവൻ ഇങ്ങനെയുള്ള മോശമുള്ള സ്വഭാവമുള്ള ആളാണ്, നീയും അറിയാതെ അതിൽ പെട്ടുപോകും എന്ന് പറയുന്നത് അവനെ ഗീബത്ത് പറയുന്ന കുറ്റത്തിൽ പെടൂല. കാരണം ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ അവനിലുള്ള ദുസ്വഭാവം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ഇതേ രീതിയിലുള്ള ചില ഇളവുകൾ മതം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അയാൾക്ക് ഇഷ്ടമില്ലാത്തതോ ഇഷ്ടമുള്ളതായ ഒരു പേരിലാണ്. ഉദാഹരണത്തിന് ഒരാളെ കൊച്ചിളി കുഞ്ഞമ്മദ് എന്നാണ് വിളിക്കുന്നത്. ആൾക്കാരൊക്കെ ഓനെ വിളിക്കുന്നത് കൊച്ചിളി കുഞ്ഞമ്മദ്. അങ്ങനെ പറയാതെ ഓനെ തിരിയില്ല. എന്നാൽ എന്ത് ചെയ്യുക, ജനങ്ങൾ കൊച്ചിളി കുഞ്ഞമ്മദ് എന്ന് വിളിക്കുന്ന ആളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താം. ഇതൊക്കെ അളവുള്ള കാര്യം. ഇനി ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലോ അയാളെ സംബന്ധിച്ച് പിന്നെ ഗീബത്ത് എന്ന വിഷയമല്ല എന്നാണ് തിരുനബി പറഞ്ഞു. മൻ അൽഖാ ജിൽബാബൽ ഹയാഇ അൻ വജ്ഹിഹി ഫലാ ഗീബത ലഹു. നാണത്തിന്റെ മൂടുപടം ആരെങ്കിലും എടുത്തെറിഞ്ഞാൽ പിന്നെ അവന് ഗീബത്തില്ല. എപ്പോഴും പരസ്യമായി കള്ളുടിക്കും, പരസ്യമായി തോന്നിയാസം പറയും. അങ്ങനത്തെ ഒരു മനുഷ്യനെ ആ കള്ളുടിയെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടെന്നില്ല ഗീബത്താവില്ല. കാരണം ഓൻ അതിൽ യാതൊരു മാനക്കേടുമില്ലല്ലോ, എപ്പോഴും പരസ്യമായിട്ട് കുടിച്ചടക്കല്ലേ. ഗീബത്തുള്ള ആർക്കാ? ഇതിലൊക്കെ മാന്യത കൽപ്പിക്കുന്നവനാണ്. അതില്ലാതെ തെറ്റ് പരസ്യമായി ചെയ്യുന്നവന് പിന്നെ ഗീബത്തില്ല. അപ്പം ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഒരാളെ സംബന്ധിച്ച് പറയുമ്പം ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വെച്ചിട്ടല്ലാതെ നമ്മൾ സംസാരിച്ചു പോകരുത്. അവസാനമായി പറയട്ടെ, സംസാരത്തിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ കുത്തുവാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ പറയുന്നു, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങൾ കുത്തുവാക്ക് പറയരുത് അല്ലേ? പറയുന്നതിനിടക്ക് അത് ഞാൻ ഓനിട്ട് വെച്ചതാട്ടോ എന്നറിയിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒന്ന് താങ്ങാം, മറ്റോനെ കുത്തി നോവിപ്പിക്കുക, അങ്ങനത്തെ സംസാരം. നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി പേരുകൾ വിളിക്കുക, ഇതൊക്കെ ഈമാനുള്ളതിന് ശേഷം ചെയ്യുന്ന തെമ്മാടിത്തരമാണ്. തൗബ ചെയ്തു മടങ്ങാത്തവർ അക്രമകാരികളായിരിക്കുമെന്നുകൂടി അള്ളാഹു പറയുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സംഭാഷണം നടത്തുന്നതിൻ്റെ പേരിൽ വേറെ ഒരാളെ മനസ്സ് വേദനിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. തിരുനബി പറയുന്നു, ഇദാ കാനൂ സലാസ ലാ യതനാജസ്നാനി ദൂന സാലിസി. നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ അവിടെ 2 ആൾ ഇങ്ങോട്ട് മാറി നിന്നിട്ട് സ്വകാര്യം പറയരുത്. നബിസ്വല്ലാഹു പറയാ. എന്താ കാരണം? മൂന്നാമന് വിചാരിക്കൽ എന്താ, എന്നെ പറ്റി എന്തോ അല്ല, എന്താ എന്നെ കേൾപ്പിച്ചൂടെ, ഞാൻ കേൾക്കാൻ പറ്റാത്തത് അവർ പറയുന്നുണ്ട്, എന്നെ പറ്റിയായിരിക്കും എന്ന് കരുതി മൂന്നാമത്തോന്റെ മനസ്സിന് വേദന തോന്നുമെന്ന് തോന്നിയാൽ നമ്മൾ അയാളെ മുന്നിൽ വെച്ചിട്ട് 2 ആൾ സ്വകാര്യം പറയരുത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് അയാൾക്ക് തിരിയാത്ത ഭാഷയിലും സംസാരിക്കരുത്. നമ്മൾ 3 മലയാളികളുണ്ട്, നമുക്ക് 2 ആൾക്ക് അറബി അറിയാം അല്ലെ ഇംഗ്ലീഷ് അറിയാം, മറ്റോനത് അറിയില്ല. ഓൻ്റെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുക, 2 ആൾ അറബി സംസാരിക്കുക, അല്ലെങ്കിൽ അവൻ അറിയാത്ത ഇംഗ്ലീഷ് സംസാരിക്കുക. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ശൈലിയാണ്. അപ്പോൾ ഒക്കെ ഇയാൾക്ക് വിചാരിക്കൽ എന്താ, അത് ഞാൻ തിരിയാതെക്കാൻ വേണ്ടി എന്നെന്തോ പറയാണെന്ന് തോന്നുന്നു, അത് അയാൾക്ക് വേദന ഉണ്ടാകും. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലതാ തൻ്റെ 2 കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ട് വേറെ 2 ആളെ വിളിച്ചു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക. എന്നിട്ട് ഒരുത്തനെയും കൂട്ടിയിട്ട് പോയി അയാളോട് സ്വകാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തിനാ ഒരുത്തനെ കൂട്ടി നിന്റെ അടുത്ത് ആക്കിയെന്ന് പറയോ? നബിസ്വല്ലാഹു പറഞ്ഞിട്ടുണ്ട്, 3 ആളുള്ളിടത്ത് ഒരാളെ മാറ്റി നിർത്തി 2 ആൾ അടക്കം പറയരുത്, സ്വകാര്യം പറയരുത്, മൂന്നാമൻ്റെ മനസ്സ് വേദനിക്കും. നോക്കൂ നിങ്ങൾ, ഇസ്ലാം മതത്തിൻ്റെ സൗന്ദര്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ
എത്ര മേത്തരമായ സൽസ്വഭാവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കണം. അവസാനമായി ഞാൻ പറയട്ടെ, അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളെ ഉണർത്തിയ ഒരു ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും ഖതീബ് 2 ഖുത്ബയുടെ ഇടയിൽ പ്രത്യേകമായി നമ്മളെ ഉണർത്താറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എന്താണ് പറഞ്ഞത്? ഓ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹിൻ്റെ വിധിവിലക്ക് പാലിച്ച് ജീവിക്കണം. എന്നിട്ട് പറയുന്നത് വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല നല്ല വർത്തമാനം മാത്രം പറയാം. എന്നാലോ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളെ പ്രവൃത്തിയും അള്ളാഹ് നന്നാക്കി തരും. നിങ്ങൾ വർത്താനം നന്നായ പ്രവൃത്തി എന്നാവും, വർത്താനം പാടിയ പ്രവൃത്തി മോശമാവും. ഏത് നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടാകുന്നോ നിങ്ങൾ അതിൻ്റെ വേര് തേടി പോയി നോക്കൂ, എവിടെ എത്തുക? അങ്ങനെ പറഞ്ഞു കളഞ്ഞു, അവിടുന്ന് തുടങ്ങിയതാ. ആ തുടക്കമാണ് കുടുംബ വഴക്കിൻ്റെ തുടക്കം, ഗ്രൂപ്പ് വഴക്കിൻ്റെ തുടക്കം, രാഷ്ട്രീയ സംഘടനത്തിൻ്റെ തുടക്കം, അല്ലേ? മാറി മാറി വെക്കുന്ന യോഗങ്ങളുടെയും മറുപടിയുടെയും തുടക്കം വർത്തമാനത്ത് നിന്ന് തുടങ്ങിയതാ. സംസാരം നേരെ ചൊവ്വയുള്ളത് മാത്രം പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളെ പ്രവൃത്തിയും അല്ലാഹ് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ ദോഷങ്ങളൊക്കെയും അല്ലാഹു മാപ്പാക്കി തരും. അതുകൊണ്ട് സംസാരം നമ്മൾ നിയന്ത്രിക്കണം. സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ശബ്ദം എങ്ങനെയാവണം, എങ്ങനെ ആയിക്കൂടാ? ഈ വിഷയത്തിൽ വരെ ഇസ്ലാം മനുഷ്യന് മാർഗദർശനം തന്നിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞില്ലേ, വഖസിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. വഖസിദ്, നീ മിതത്വം പാലിക്കണം. ഫീ മശീക, നടന്നു പോകുമ്പം, വണ്ടി ഓടിക്കുമ്പം, റോഡ് മുറിഞ്ഞു നടക്കുമ്പം ഒക്കെ മിതത്വം വേണം. ഓവർ സ്പീഡിൽ നടക്കാൻ പാടില്ല. ഒരാളെ മുറുവത്ത് നഷ്ടപ്പെടുന്ന അമിത സ്പീഡ് നടന്നാൽ ഓനുള്ള ആ ഗാംഭീര്യവും മാന്യതയും നഷ്ടപ്പെട്ടു പോകും. പറ്റ സ്പീഡ് പറഞ്ഞിട്ടും പാടില്ല, അതൊക്കെ അപകടം വരുത്തും. ഇപ്പം നമ്മളൊരു റോഡും കൂടെ മുറിച്ചടക്കുക, അവിടെ എതിരെ ഒരു കാറുകാരൻ വരുന്നുണ്ട്. ഈ കാറിൻ്റെ ഡ്രൈവർ കണക്ക് കൂട്ടും, ഞാൻ വണ്ടി എങ്ങനെ നിയന്ത്രിക്കണം, എപ്പോൾ ഇവൻ റോഡ് മുറിച്ച് കടക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അമിത സ്പീഡിലാണെങ്കിൽ ചിലപ്പോൾ എന്താവുന്ന ഒരു ഡ്രൈവറെ കണക്കൂട്ടൽ തെറ്റിപ്പോകും. അയാൾ കരുതുക ഇവൻ റോഡിൻ്റെ പകുതി എത്തുമ്പോഴേക്ക് ഞാൻ ഇവിടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവൻ ഓവർ സ്പീഡിൽ ഓടിയാൽ എന്താവും? കൂട്ടിമുട്ടും, അപകടം വരും. ഇനി പറ്റ സ്പീഡ് കുറച്ചാലോ ഡ്രൈവർ വിചാരിക്കും ഓ അങ്ങോട്ട് പോയിട്ടേ എൻ്റെ വണ്ടിയാട് പോകുള്ളൂ എന്നുള്ള. പക്ഷെ ഇവൻ ആ സ്പീഡിൽ പോയില്ല, സ്പീഡ് പറ്റ കുറച്ചു, എന്നാലും വണ്ടിമേ തട്ടും. അതേ സ്വഭാവം വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല, ഖുർആന്റെ നിർദ്ദേശമാണ്. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ലാത്തതുപോലെ പറ്റ സ്പീഡ് പറഞ്ഞിട്ടും പാടില്ല, ബാക്കിൽ വന്നിടിക്കും. ഓരോ സ്ഥലത്ത് പാലിക്കേണ്ട സ്പീഡ് പാലിച്ചിട്ട് വേണം. വഖസിദ്, ഒരു മധ്യനില പാലിക്കുക. ഫീ മശീക, നിന്റെ നടത്തത്തിൽ വാഹനമോടിക്കുമ്പോൾ. അതുപോലെ എല്ലാ വിഷയത്തിലും അതിൻ്റെ കൂടെ വഗ്ളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദമൊന്ന് താഴ്ത്തുക. ഓവർ ബഹളമയമായി പ്രസംഗിക്കരുത്, ഓവർ ശബ്ദത്തിൽ സംസാരിക്കരുത്, ഓവർ ശബ്ദത്തിൽ ആളുകളോട് നമ്മൾ കൂട്ടം പറയരുത്. അത് മിതത്വം പാലിക്കും. വലിയ ബഹളിട്ടിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് മഴ പെയ്ത് ചോർന്ന മാതിരിയാക്കുക, അതിലൊന്നും കാര്യമില്ല. അവിടെ മിതമായ ശബ്ദത്തിൽ അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളിൽ അരോചകമായ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ഈ ബഹളിട്ട് വർത്താനം പറയുന്നത് കൈതയാണ് എന്നാണ് മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ. അതൊരു തരം കഴുതരാകാം. അങ്ങനെ ബഹളമയമായി സംസാരിക്കരുത്. മറ്റൊന്ന്, കഴുതയുടെ ശബ്ദത്തെക്കാളും അരോചകമായ ശബ്ദം വേറെ ഇല്ലേ ഉണ്ട്. ഇരുമ്പ് മുറിക്കണ ഒച്ചങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഇങ്ങനെ പല്ല് പൊളിക്കുന്നുണ്ടാവും അല്ലേ? ഇരുമ്പ് മുറിക്കുമ്പോൾ ഭയങ്കര അരോചക ശബ്ദം. അപ്പൊ പണ്ഡിതന്മാർ മറ്റൊരു വ്യാഖ്യാനം ഇതിന് നൽകിയത് എന്താ? കഴുതയുടെ ശബ്ദമാണ് അരോചകമായ ശബ്ദം എന്ന് പറയാനുള്ള കാരണം, കഴുത സംസാരിക്കുന്നത് സംസാരിക്കേണ്ട സ്ഥലത്തായിരിക്കൂല എന്നാണ്. കരയുന്നത് കരയേണ്ട സ്ഥലത്തായിരിക്കൂല. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് അതിന് താങ്ങാൻ കഴിയാത്ത ലോഡ് കയറ്റി വെച്ചാൽ
ആ ലോഡ് കൂടുമ്പം തന്നെ ഒട്ടകം വിവരം പറയും, ഇത് പോലട്ടോ എന്നുള്ളവർക്ക് കരയുന്ന. എന്നാൽ കഴുതയുടെ സ്വഭാവം എന്താ? അതിനെടുക്കാൻ കഴിയുന്നതിനേക്കാൾ എത്ര ഇരട്ടി ഭാരം പുറത്ത് വെച്ചു കൊടുത്താലും മൂപ്പർക്ക് ഒരു പ്രതികരണം ഉണ്ടാവില്ല. അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കും. മൂപ്പര് കരയിലപ്പോഴാ ഒരാവശ്യമില്ലാത്ത സമയത്ത് എന്നൊരൊച്ചാട്ടുണ്ടാകും. ഇതുകൊണ്ടാണ് കഴുതയുടെ ശബ്ദത്തെ അള്ളാഹു തആല ഇങ്ങനെ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ അനാവശ്യ സ്ഥലത്ത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് സംസാരിക്കുക, ആവശ്യമില്ലാത്ത ശൈലിയിൽ സംസാരിക്കുക, ആവശ്യമില്ലാത്ത ശബ്ദമിട്ട് സംസാരിക്കുക, ഇതൊക്കെ കഴുതയുടെ ശബ്ദത്തിന് സമാനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നൊക്കെ മാറി പരമാവധി നല്ല സംസാരം മാത്രം സംസാരിക്കുക. ഈ രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് വിജയമാണ്. അല്ലെങ്കിൽ വൈലുൻ, വമ്പിച്ച നാശം, അല്ലെങ്കിൽ ഭീകരമായ നരകം. ലികുല്ലി ഹുമസാ, മറ്റുള്ള മനുഷ്യനെ നാവുകൊണ്ട് വേദനിപ്പിക്കുന്നവർക്കാണ്. വൽ ഹുമസാ, അതേ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവനാണ് വമ്പിച്ച നാശം. ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ മാറി മനുഷ്യരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരർഹിക്കുന്നമായ തരത്തിലുള്ള എല്ലാ ആദരവും വകവെച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് പെരുമാറിയാൽ അത് സ്വർഗം കിട്ടാൻ കാരണമാണ്, അല്ലാത്തത് നരകത്തിന് കാരണമാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകളെ നമുക്ക് നാളെ പൂർത്തീകരിക്കണം. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. തിരുനബി തങ്ങളുടെ പേരിൽ ഒരു 3 സ്വലാത്ത് ചൊല്ലുക. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.